അന്ധതയുടെ കൂരിരുട്ടിൽ നിന്ന് ആത്മീയതയുടെ നിറവെളിച്ചത്തിലേക്ക് മുസ്ലിം ജനസമൂഹത്തെ ക്ഷണിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് പകലന്തിയോളം പ്രയത്നിക്കുന്ന വിശ്വപ്രശസ്ത ഖുർആൻ പണ്ഡിതൻ ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമിക്കെതിരെ മുസ്ലിങ്ങൾ ചിന്തിക്കാൻ പോലും മടിക്കുന്ന വഞ്ചനകളുടെയും തിന്മകളുടെയും ചെയ്തിയുടെ കൂടാരവുമായ കാന്തപുരം ഗ്രൂപ്പ് രംഗത്ത് വരികയും വസ്തുതാ വിരുദ്ധ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യാജ സീഡികൾ പുറത്തിറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചില വസ്തുതകൾ പച്ചയായി തുറന്നു പറയാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു. ഈ CD കാരന്തൂരികളുടെ പൊയ്മുഖങ്ങൾ തുറന്നു കാട്ടുന്ന പരമ്പരയുടെ ആദ്യ ഭാഗം മാത്രം. ഇത് ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടം. സംവാദ ഖണ്ഡന സ്റ്റേജുകളേക്കാൾ അഹ്ലുസുന്നയുടെ പ്രചാരണ പ്രവർത്തനത്തിന് അനുയോജ്യമായ മാർഗം ഖുർആൻ പഠനം ജനകീയമാക്കലാണെന്ന തിരിച്ചറിവിലൂടെ ഖുർആൻ പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീത പണ്ഡിതൻ. കേരളത്തിനകത്തും പുറത്തുമായി ഖാസിമി ഉസ്താദ് നടത്തുന്ന പഠന ക്ലാസുകൾ ശ്രദ്ധേയമാണ്. പ്രായഭേദമന്യേ നിരവധി ജനങ്ങൾ ഉസ്താദിന്റെ ക്ലാസുകൾക്ക് ചെവിയോർക്കാൻ കൂലം കുത്തി ഒഴുകിയെത്തുന്നു. വിവിധ മതസ്ഥരും ജാതിക്കാരും ഉസ്താദിന്റെ നിത്യ പഠിതാക്കളാണ്. സമൂഹത്തിൽ വൻ പരിവർത്തനം സൃഷ്ടിച്ച ക്ലാസ് മുഖേന ഇതിനകം തന്നെ നിരവധി ആളുകൾ ഇസ്ലാമിന്റെ ശാശ്വത തീരത്തേക്ക് നടന്നെടുത്തു. ജീർണതയുടെ കരിമ്പടം പുതച്ച് അധാർമികതയുടെ അഗാധതയിൽ ജീവിക്കുന്ന ആയിരങ്ങൾ ധർമ്മബോധത്തിന്റെ സുന്ദര തീരത്തേക്ക് തുഴഞ്ഞെടുത്തു. ഉസ്താദിന്റെ പഠന പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ എത്തുന്ന ആയിരങ്ങളിൽ നല്ലൊരു ശതമാനവും സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന മഹല്ല് ഖത്തീബുമാരടക്കമുള്ള ദീനീ സ്നേഹികളാണ്. എന്തുകൊണ്ട്? ജനലക്ഷങ്ങൾക്കറിയാം ഉസ്താദിന്റെ നാവിലൂടെ ഒഴുകിയെത്തുന്നത് അറിവിന്റെ ബഹറാണെന്ന്. ദീനിനോ സമൂഹത്തിനോ നല്ലതല്ലാത്ത ഒരു വാക്കുപോലും ഉസ്താദിന്റെ ക്ലാസ്സിൽ മുഴങ്ങിയിട്ടില്ല. ഇത് പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന കുപ്രചരണങ്ങൾ കുലത്തൊഴിലാക്കിയ കള്ള നാണയങ്ങൾക്ക് ദഹിച്ചില്ല. കാരണം എന്തുകൊണ്ട്? അസൂയയും. എന്താ അസൂയയുടെ കാര്യം? ഭൗതിക താല്പര്യത്തിന്റെ പിന്നിൽ ഭൗതികതയെ നിസ്സാരവൽക്കരിക്കണമെന്ന് പറയുന്ന സമൂഹത്തിന് ഭൗതികതയിൽ താല്പര്യം വർദ്ധിക്കും. ഭൗതികതയിൽ താല്പര്യം വർദ്ധിച്ചാലോ ചെവി കൊടുവാ, ചെവി കൊടുത്ത ഉലമാ ഉമറാ അവർക്കാണ് ഏറ്റവും അസൂയ ഉണ്ടാവുക. ആ അസൂയ കൊണ്ട് സമുദായത്തിനുണ്ടാകുന്ന നഷ്ടം പോലെ വേറൊന്നും ഉണ്ടാവില്ല. സ്ഥാനമാനത്തോടും ധനത്തോടും അസൂയയുള്ള ആളുകൾ സമുദായത്തിൽ കേടുവരുത്തുന്ന അത്ര ചെന്നായ പോലും ആടുകൂട്ടത്തെ കേടുവരുത്തുകയില്ല. ഹാക്കിം പറഞ്ഞു, ഹാക്കിം രേഖപ്പെടുത്തി, ഹബീബാ നബി പറഞ്ഞു. ഉസ്താദിന്റെ ക്ലാസിന്റെ പ്രശസ്തി നാനാദിക്കിലും പരക്കുകയും സ്വന്തം മഹല്ലിൽ ഉസ്താദിന്റെ ഒരു പരിപാടിക്കായി മാസങ്ങൾക്ക് മുമ്പേ തന്നെ കാത്തു നിൽക്കുന്ന ദീനീ സ്നേഹികളുടെ കാഴ്ചയും അവരുടെ ഉറക്കം കെടുത്തി. കേരളത്തിലെ ഏറ്റവും വലിയ മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സത്യപ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്ന ഉസ്താദ് അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായതോടുകൂടെ അസൂയമൂത്ത വിഘടിതർക്ക് ആദിയും കൂടി. കാരണം സമസ്ത എന്ന സത്യപ്രസ്ഥാനത്തിലെ മഹാന്മാരായ ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങി പുറത്താക്കപ്പെട്ടവരായിരുന്നു ഇവർ. ഈ തിന്മകൾക്കെതിരെ പടപ്പുറപ്പാട് നടത്തേണ്ടത് നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. ചെറുപ്പക്കാരെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖായിമാകണം. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ കൂടെ ഉറച്ചു നിൽക്കണം. അത് ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട പാർനോ ഇബ്രാഹിം മുസ്ലിയാർ ഖജാൻജിയുമായ ഇന്നത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അല്ലാഹു അതിനെ നിലനിർത്തുമാറാകട്ടെ. ഉസ്താദ് ഖാസിമി നിൽക്കുന്ന പ്രസ്ഥാനമാണ് സത്യപാതയെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയ ആയിരങ്ങൾ ഇവരുടെ വലയിൽ നിന്ന് ആഖിറം രക്ഷിക്കാനായി കൂടാരം വിട്ട് സമസ്തയെ വാരിപ്പുണർന്നു. ഇവരുടേതായിരുന്നു നേരായ പാതയെങ്കിൽ ഖാസിമി ഉസ്താദ് അടക്കം ജനങ്ങൾ അങ്ങോട്ടല്ലേ പോകേണ്ടിയിരുന്നത്? ആരെങ്കിലും പോയ നമ്മളെ കൂട്ടുന്ന ഏതെങ്കിലും ഒരു പ്രമുഖൻ അങ്ങോട്ട് പോയൊരു ചരിത്രം പറ.